കഴിഞ്ഞ 6 മാസങ്ങൾക്കിടയിൽ പബ്ലിഷ് ചെയ്ത 5 ശാസ്ത്ര പ്രബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ 5 ശാസ്ത്ര പ്രബന്ധങ്ങളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിച്ച് നോക്കാം. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് അത് അവതരിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട്. നമുക്ക് K2-18b എന്ന ഒരു സ്പെഷ്യൽ ഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. K2-18b ഒരു ഡ്വാർഫ് നെപ്റ്റ്യൂൺ എക്സോപ്ലാനറ്റാണ്. അത് അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും ഒരു നിശ്ചിത ദൂരം മാറി നിന്നുകൊണ്ട് അതിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. അത് വലം വയ്ക്കുന്ന ആ പ്രദേശം അത് ആ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണാണ്. എല്ലാ നക്ഷത്രങ്ങൾക്കും ഒരു ഹാബിറ്റബിൾ സോണുണ്ട്. നമ്മുടെ സൂര്യനും ഒരു ഹാബിറ്റബിൾ സോണുണ്ട്. ആ ഹാബിറ്റബിൾ സോണിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ജീവൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് ഹാബിറ്റബിൾ സോൺ അല്ലെങ്കിൽ ഗോൾഡി ലോക്ക് സോൺ. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ജലത്തെ നമുക്ക് 3 അവസ്ഥയിലും കാണാൻ സാധിക്കും. ഇവിടെ മഞ്ഞിൻ്റെ രൂപത്തിൽ, അതായത് ഖരരൂപത്തിൽ കാണാൻ സാധിക്കും. ജലത്തിൻ്റെ രൂപത്തിൽ, അതായത് ദ്രാവക രൂപത്തിൽ കാണാൻ സാധിക്കും. നീരാവിയായിട്ട്, അതായത് വാതകത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ അടുത്ത കാലത്ത് വിക്ഷേപിച്ച നമ്മുടെ ഏറ്റവും മികച്ച സ്പേസ് ടെലസ്കോപ്പായ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ആ ഗ്രഹത്തെ ഒന്ന് പഠനത്തിന് വിധേയമാക്കി. അതോടുകൂടി കാര്യങ്ങൾ മാറി മറിയാൻ തുടങ്ങി. കാരണം വളരെ വിചിത്രമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ആ ഒരു ടെലസ്കോപ്പിൻ്റെ ഉള്ളിലൂടെ കാണാൻ കഴിഞ്ഞത്. ഉള്ളിലൂടെ കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈനോക്കുലറിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ വീടുകളിലോ ഒക്കെ ഉപയോഗിക്കുന്ന ടെലസ്കോപ്പിലൂടെയുള്ള കാഴ്ചയെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് സിഗ്നലാണ്. ആ സിഗ്നലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്പം ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെ നമുക്ക് ഒരുപാട് അളവിൽ മീഥേനെയും കാർബൺ ഡയോക്സൈഡിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അവിടെ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരിക്കാം, മീഥേൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പല വാതകങ്ങളും ഉണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ എന്ത് പ്രത്യേകതയാണുള്ളത്? കാർബൺ ഡയോക്സൈഡും മീഥേനും ഒരേപോലെ തന്നെ ഒരേ സമയം ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തിൽ, പ്രത്യേകിച്ചും എക്സോ പ്ലാനറ്റുകളിൽ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലൊരു റെയർ കോമ്പിനേഷൻ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ അന്യഗ്രഹജീവികൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്. ഇതിനു പുറമെ നമുക്ക് മറ്റൊരു ഡേറ്റ കൂടെ കിട്ടി. K2-18bയിൽ അമോണിയത്തിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും അളവ് തീർത്തും ദുർബലമാണ്. അത് തീർത്തും ദുർബലമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും അതുതന്നെ. ആ പ്രദേശത്ത്, ആ എക്സോ പ്ലാനറ്റിൽ അന്യഗ്രഹജീവികൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഇത്രയും കാലം കേൾക്കാൻ കാത്തിരുന്ന ആ വാർത്ത കേട്ടിരിക്കുന്നു എന്നാണ് നമ്മളെല്ലാം കരുതിയത്. പക്ഷേ പിന്നീടുള്ള പഠനങ്ങളിലൂടെ വേറെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് ഈ ഏറ്റവും പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ള ശാസ്ത്ര പ്രബന്ധത്തിൽ പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ ടെസ്റ്റിങ് വളരെ റിഗറസ് ആയിരിക്കും. ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു കാര്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ ഉണ്ടെന്നല്ല അർത്ഥം. വേറെയും ചില ഇൻസ്ട്രുമെൻറ്റുകൾ കൂടി ഉപയോഗിച്ച് അതങ്ങനെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണമെന്നാണ് അതിൻ്റെ അർത്ഥം. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതുതന്നെയാണ് ചെയ്തത്. ആദ്യത്തെ ഡേറ്റ നമുക്ക് കിട്ടിയത് നിയർ ഇൻഫ്രാറെഡ് ഫ്രീക്വൻസി സ്പെക്ട്രത്തിലുള്ള സിഗ്നലിനെ അനലൈസ് ചെയ്തപ്പോഴാണ്. പിന്നീട് മിറി ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നത് മിഡ് ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിലുള്ള സിഗ്നലുകളെ അനലൈസ് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മിറി ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചും പഠനം നടത്തി. പക്ഷേ രണ്ടും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടായിരുന്നു. എങ്ങനെയാണ് ഒരേ ഗ്രഹത്തിന് തന്നെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കാൻ കഴിയുന്നത്? നിയർ ഇൻഫ്രാറെഡ് ഫ്രീക്വൻസിയിലും മിഡ് ഇൻഫ്രാറെഡ് ഫ്രീക്വൻസിയിലും ഒരേ പാറ്റേൺ തന്നെയായിരുന്നു കിട്ടേണ്ടത്. പക്ഷേ അതവിടെ കിട്ടിയില്ല. ശാസ്ത്രത്തിന് ശരിക്കും ഉത്തരം മുട്ടി. അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് ഗവേഷകർ നടത്തിയത്. അപ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് ഒരാശയം വന്നത്. സ്മോഗ്. നമ്മുടെ ഭൂമിയിൽ കാണാൻ സാധിക്കുന്ന വിചിത്രമായ മറ്റൊരു പ്രതിഭാസം. നമ്മുടെ ഡൽഹിയിലൊക്കെ സ്മോഗ് ധാരാളമായിട്ട് കാണാൻ പറ്റും. സ്മോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്മോക്കിൻ്റെയും ഫോഗിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അതായത് പുകപടലങ്ങളും മഞ്ഞും തമ്മിൽ പരസ്പരം കൂടിക്കലർന്നിട്ടുള്ള ഒരു ആവരണം. തൊട്ടടുത്തുള്ള വസ്തുക്കളെപ്പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല കട്ടിക്ക് ആ എക്സോ പ്ലാനറ്റിൻ്റെ അന്തരീക്ഷത്തിൽ ഒരുപാട് സ്മോഗുകൾ ഉണ്ടെങ്കിലോ? പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പഠനങ്ങൾ നടത്തിയത്. പഠനങ്ങൾ നടത്താൻ നമുക്ക് അവിടെ നേരിട്ട് പോകാൻ പറ്റില്ലല്ലോ.
ഇവിടെയുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ചിട്ട് നടത്തുന്ന പഠനങ്ങൾക്ക് പരിമിതികളുണ്ട്. അവിടെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലുകൾ ഉപയോഗിക്കുന്നത്. മാത്തമാറ്റിക്കൽ മോഡലുകൾ ഉപയോഗിച്ചിട്ട് ആ ഗ്രഹത്തിൽ സ്മോഗ് ഉണ്ടാകാനുള്ള സാധ്യത എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവിടെ ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രം പ്രകാശരൂപത്തിൽ ഊർജത്തെ ആ ഗ്രഹത്തിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ പ്രകാശരൂപത്തിലെത്തുന്ന ഊർജം അവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും നടക്കുക. ആ ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിലൂടെ അവിടെ നല്ല കട്ടിക്ക് ഒരു ബ്ലാങ്കറ്റ് പുതച്ചതുപോലെ ആ ഗ്രഹത്തിന് ചുറ്റും ഒരു വലിയ സ്മോഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്മോഗ് അവിടെ ഉണ്ടെങ്കിൽ ആ സ്മോഗ് ചില നിയർ ഇൻഫ്രാറെഡ് സിഗ്നലുകളെയൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടില്ല. ഞാൻ കുറച്ചുകൂടെ ഒന്ന് വിശദമാക്കാം. നമ്മുടെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ആ ഗ്രഹത്തെ നിരീക്ഷിക്കുമ്പോൾ ശരിക്കും ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ നക്ഷത്രത്തെ ആയിരിക്കും. കാരണം ഗ്രഹം ഒരിക്കലും പ്രകാശമുണ്ടാക്കുന്നില്ല, എന്നാൽ നക്ഷത്രം പ്രകാശമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ നക്ഷത്രത്തിൻ്റെ മുൻപിലൂടെ ആ ഗ്രഹം കടന്നു പോകുമ്പോൾ ആ നക്ഷത്രമുണ്ടാക്കുന്ന പ്രകാശത്തിൻ്റെ കുറേയധികം ശതമാനം ആ ഗ്രഹം വലിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഗ്രഹം വലിച്ചെടുത്തതിന് ശേഷമുള്ള ആ പ്രകാശത്തിൻ്റെ അവശേഷിപ്പാണ് നമ്മുടെ ടെലസ്കോപ്പിൽ എത്തുന്നത്. ഈ അവശേഷിപ്പ് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ആ ഗ്രഹത്തിന് ഒരു അന്തരീക്ഷമുണ്ടല്ലോ, ആ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിലൂടെയും കുറേയധികം പ്രകാശം കടന്നു വരുന്നുണ്ട്. അങ്ങനെ കടന്നു വരുന്ന പ്രകാശം നമ്മുടെ ഒബ്സർവേറ്ററിയിൽ എത്തിച്ചേരുന്നു. ആ അന്തരീക്ഷത്തിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് അവിടെ ധാരാളമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് കരുതുക. ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇടയിലൂടെയാണ് പ്രകാശം കടന്നു വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന് ചില പ്രത്യേകതകളുണ്ട്. അത് ചില പ്രകാശത്തിൻ്റെ സ്പെക്ട്രത്തെ വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്ന പ്രകാശത്തിൻ്റെ സ്പെക്ട്രം ഒഴികെയുള്ള പ്രകാശത്തിൻ്റെ സ്പെക്ട്രമായിരിക്കും നമ്മുടെ ഒബ്സർവേറ്ററിയിൽ വരുന്നത്. അങ്ങനെ ആ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മീഥേൻ ഉണ്ടെങ്കിൽ മീഥേനും ഇതുപോലെ കുറേയധികം സ്പെക്ട്രത്തെ വലിച്ചെടുക്കും. ആ സ്പെക്ട്രം നമുക്ക് കിട്ടില്ല, അത് ഒഴികെയുള്ള സ്പെക്ട്രമായിരിക്കും നമുക്ക് കിട്ടുക. നിയർ ഇൻഫ്രാറെഡ് ഫ്രീക്വൻസിയിലുള്ള പ്രകാശം ആ നക്ഷത്രത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ആ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയും അവിടെയുള്ള സ്മോഗ് അതിൽ കുറേയൊക്കെ പ്രകാശത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഒഴികെയുള്ള പ്രകാശം മാത്രമേ നമ്മുടെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിലുള്ള നിയർ ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻറ്റിൽ എത്തത്തുള്ളൂ. പക്ഷേ മിഡ് ഇൻഫ്രാറെഡ് ഫ്രീക്വൻസി സ്പെക്ട്രത്തിലുള്ള പ്രകാശം ഈ സ്മോഗിൻ്റെ ഉള്ളിലൂടെ ഈസിയായി കടന്നു പോകും. കാര്യമായിട്ടൊന്നും അവിടെ അബ്സോർബ് ചെയ്യപ്പെടില്ല. ആ നക്ഷത്രം മിഡ് ഇൻഫ്രാറെഡ് റേഞ്ചിലുള്ള പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ പ്രകാശവും അന്തരീക്ഷത്തിലൂടെ കടന്നു പോകും. അത് സ്മോഗിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഒരു നാശനഷ്ടവും സംഭവിക്കാതെ നമ്മുടെ മിറി ഇൻസ്ട്രുമെൻറ്റിൽ വന്ന് പതിക്കും. അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ ഒരു മിസ്മാച്ച് ഉണ്ടായത്. ഇത് ശരിക്കും ഗവേഷകർക്ക് ശാസ്ത്രലോകത്തിനൊരു വലിയ ആശ്വാസമായിരുന്നു. ഉത്തരമില്ലാതെ കിടന്നിരുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായി. അപ്പോഴും ആ ഒരു ഹൈസിയൻ ലോകത്ത്, അതായത് സമുദ്രമുണ്ടാവാൻ സാധ്യതയുള്ള ജലം കൊണ്ട് നിറഞ്ഞിട്ടുള്ള ആ ലോകത്ത് അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരമായില്ല. ചിലപ്പോൾ വളരെ നേർത്ത മൈക്രോബിയൽ ബാക്ടീരിയകളായിരിക്കാം അവിടെ ഉണ്ടായിരിക്കുക. എന്നാൽ ചിലപ്പോൾ നമ്മളെപ്പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവജാലങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവജാലങ്ങൾ അവിടെ ഉണ്ടാകും. എങ്ങനെയാണ് നമുക്ക് അവിടെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷനെ തിരിച്ചറിയാൻ സാധിക്കുന്നത്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ബയോസിഗ്നേച്ചറിനെ കുറിച്ചാണ്, ജീവജാലങ്ങൾ നേരിട്ടുണ്ടാക്കുന്ന സിഗ്നലുകളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അത് ഉണ്ടാവാനുള്ള സാധ്യതകളെക്കുറിച്ചാണ്. പക്ഷേ ടെക്നോളജിയെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ വേറൊരു റൂട്ടിലേക്ക് യാത്ര ചെയ്യണം. അതാണ് ടെക്നോ സിഗ്നേച്ചർ. നമ്മുടെ പ്രപഞ്ചം മുഴുവനും സിഗ്നലുകൾ കൊണ്ട് നിറഞ്ഞതാണ്. പൾസാറുകൾ സൃഷ്ടിക്കുന്ന, ക്വൈസാറുകൾ സൃഷ്ടിക്കുന്ന, ബ്ലാക്ക് ഹോളുകൾ സൃഷ്ടിക്കുന്ന അനേകം സിഗ്നലുകൾ. ഇതിനു പുറമെ നക്ഷത്രങ്ങൾ സൃഷ്ടിക്കുന്നതും അങ്ങ് അകലെയുള്ള ഗാലക്സികളും ഗാലക്റ്റിക് ക്ലസ്റ്ററുകൾ സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള സിഗ്നലുകൾ വേറെയുമുണ്ട്. പക്ഷേ ഈ സിഗ്നലുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം ബ്രോഡ് ബാൻഡിലുള്ള സിഗ്നലുകളാണ്. അതായത് അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം എന്ന് പറയുന്നത് അല്പം ഒരു വീതി കൂടിയിട്ടുള്ളതാണ്. കുറേയധികം സിഗ്നലുകളുടെ റേഞ്ച് അവിടെയുണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും സിഗ്നലുകൾ ഉണ്ടാക്കത്തില്ലേ? സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുണ്ട്. അങ്ങനെ അനേകം കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ. നമ്മൾ ഭൂമിയിൽ തന്നെ മനുഷ്യരുണ്ടാക്കുന്ന കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ.
ഈ സിഗ്നൽ നാരോ ബാൻഡാണ്. അതായത് ഒരുപാട് സിഗ്നൽ ഫ്രീക്വൻസികളുള്ള ഒരു വലിയ റേഞ്ചല്ല, മറിച്ച് വളരെ വളരെ നേർത്ത ഒരു റേഞ്ചാണ്. അതൊരു സൂചനയല്ലേ? അതെ, അതിനെയാണ് നമ്മൾ ടെക്നോ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഭൂമിയിലല്ലാതെ വേറെ എവിടെയെങ്കിലും, പ്രത്യേകിച്ചും ഈ K218Bയിൽ അങ്ങനെയുള്ള സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ നമ്മളെപ്പോലുള്ള ജീവജാലങ്ങൾ ഉണ്ടെന്നല്ലേ. പക്ഷേ ജെയിംസ് വെബ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത്തരത്തിലുള്ള ഡേറ്റ എടുക്കാൻ സാധിക്കില്ല. അതിനുവേണ്ടി നമുക്ക് റേഡിയോ ടെലസ്കോപ്പുകൾ വേണം, റേഡിയോ ഫ്രീക്വൻസിയെ റിസീവ് ചെയ്യാൻ സാധിക്കുന്ന ടെലസ്കോപ്പുകൾ. ജെയിംസ് വെബിൻ്റെ പ്രത്യേകത അത് ഒപ്റ്റിക്കലിനെയാണ്, അതായത് പ്രകാശത്തെയാണ് ആഗിരണം ചെയ്യുന്നത്. ഈ പഠനത്തിനു വേണ്ടി നമ്മൾ 2 ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചു. ഒന്ന് ന്യൂ മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന വെരി ലാർജ് അറേ ടെലസ്കോപ്പ്, മറ്റൊന്ന് സൗത്ത് ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന മീർകാറ്റ് ടെലസ്കോപ്പ്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. എവിടെയാണ് ഞാൻ ഈ പറഞ്ഞ 2 ടെലസ്കോപ്പുകൾ നിൽക്കുന്നത്? അത് നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ തന്നെയല്ലേ. ഈ ഭൂമിയിൽ മനുഷ്യർ എന്തുമാത്രം സിഗ്നലുകൾ ഉണ്ടാക്കുന്നുണ്ട് പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകൾക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്സർവേറ്ററിയിലേക്ക് ആ സിഗ്നലുകളെല്ലാം വന്നുപെടില്ലേ? നമ്മൾ വലിയ കാര്യത്തെ K218Bയെ നിരീക്ഷിക്കും, അവിടെ നിന്നൊരു സിഗ്നൽ വരുന്നത് കാണും, അത് നാരോ ബാൻഡിലുള്ളൊരു സിഗ്നലാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ആ നാരോ ബാൻഡ് സിഗ്നൽ ഒരുപക്ഷെ നമ്മുടെ ഒരു സാറ്റലൈറ്റ് അയക്കുന്ന സിഗ്നലാണെങ്കിലോ? കാരണം നമ്മുടെ ഭൂമിക്ക് ചുറ്റുമായിട്ട് അനേകം സാറ്റലൈറ്റുകൾ ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലതും കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനിയിപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ പോലും പലതരത്തിലുള്ള സിഗ്നലുകൾ അത് ഭൂമിയിലേക്ക് അയച്ചു തന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇതിനു പുറമെ നമ്മുടെ ചന്ദ്രന് ചുറ്റും നമ്മൾ ചില സാറ്റലൈറ്റുകളെയൊക്കെ വിക്ഷേപിച്ചിട്ടുണ്ട്, അവിടെ നിന്നും ഡേറ്റകൾ കിട്ടുന്നുണ്ട്. ഇത്രയധികം ഡേറ്റകൾ കിട്ടുവാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് K218Bയിൽ നിന്ന് കിട്ടുന്ന സിഗ്നലിനെ വേർതിരിച്ചറിയാൻ സാധിക്കുന്നത്? അതിന് ഗവേഷകരുടെ പക്കൽ ചില ട്രിക്കുകളൊക്കെ ഉണ്ട്. അതിലെ ഒരു ട്രിക്ക് ഡോപ്ലർ ഷിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭൂമിയുടെ പ്രതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്മിറ്റേഴ്സ്, ആ ട്രാൻസ്മിറ്റേഴ്സ് നിരന്തരം സിഗ്നലുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത് ഭൂമിയുടെ പ്രതലത്തിലല്ലേ നിൽക്കുന്നത്, അതേ പ്രതലത്തിൽ തന്നെയാണല്ലോ ഈ പറഞ്ഞ 2 ടെലസ്കോപ്പുകൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി തുല്യമാണ്. ഭൂമി എത്രമാത്രം വേഗതയിലാണോ സ്വയം കറങ്ങുന്നത്, എത്രമാത്രം വേഗതയിലാണോ അത് സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്നത്, ആ വേഗത ഈ 2 വസ്തുക്കൾക്കും ഒരുപോലെ തന്നെ ബാധകമാണ്. പിന്നുള്ളത് സാറ്റലൈറ്റുകളാണ്. ആ സാറ്റലൈറ്റുകൾ ഭൂമിയോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. അതിനു പുറമെ ആ സാറ്റലൈറ്റുകൾ ഭൂമിയെ വലം വയ്ക്കുന്നുമുണ്ട്. പക്ഷേ നമ്മുടെ സാറ്റലൈറ്റുകളൊക്കെ ഏത് രീതിയിലാണ് വലം വയ്ക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങ് അകലെയുള്ള നക്ഷത്രം, ആ നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹം, ആ നക്ഷത്രം അത് ഏതോ ഒരു ബാരിസെൻറ്ററിന് ചുറ്റുമായിട്ട് വലം വയ്ക്കുന്നുണ്ട്. അതുകൂടാതെ ആ ഗ്രഹവും ആ നക്ഷത്രത്തിന് ചുറ്റുമായിട്ട് വലം വയ്ക്കുന്നുണ്ട്. ആ വലം വെപ്പ് അവിടെ ഒരു ഡോപ്ലർ ഷിഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഡോപ്ലർ ഷിഫ്റ്റ് നമ്മുടെ സാറ്റലൈറ്റുകൾ ഉണ്ടാക്കുന്ന ഡോപ്ലർ ഷിഫ്റ്റിൽ നിന്നും വ്യത്യസ്തമാണ്. ആ ഡോപ്ലർ ഷിഫ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് K218Bയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള നാരോ ബാൻഡ് സിഗ്നലിനെ തിരിച്ചറിയാൻ സാധിക്കും. ഡോപ്ലർ ഷിഫ്റ്റ് എളുപ്പം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആംബുലൻസിനെ ഒന്ന് സങ്കല്പിച്ചാൽ മതി. ആംബുലൻസ് സൈറൻ മുഴക്കി നിങ്ങളുടെ അടുത്തൂടെ പാസ് ചെയ്തു പോകും. അത് യാത്ര ചെയ്യുന്നതനുസരിച്ച് ആ സൈറൻ്റെ സൗണ്ട് നിങ്ങളിലേക്ക് എത്തുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. അവിടെയും ഇവിടെയും ആപ്ലിക്കബിൾ ആകുന്നത് ഡോപ്ലർ ഷിഫ്റ്റ് തന്നെ. ശാസ്ത്രത്തിൻ്റെ കണക്കുകൂട്ടലുകൾ കൃത്യമായിരിക്കണം. അതിന് ഡോപ്ലർ ഡ്രിഫ്റ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല, വേറെയും ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. അത്തരത്തിലുള്ള മറ്റൊരു ഫിൽറ്ററാണ് സ്പേസ് ഫിൽറ്ററിങ്. സ്പേസ് ഫിൽറ്ററിങ് ഞാൻ ഡയറക്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്കത് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ഇൻഡയറക്റ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അത് അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയല്ല, പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ് ശരിയാണ്. ഒരു നക്ഷത്രം നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എത്രമാത്രം നേർത്തതാണ്, വളരെ 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 ചെറുതാണ്. നമുക്കൊരു നാരോ ബാൻഡ് ഫ്രീക്വൻസി കിട്ടിയെന്ന് കരുതുക. ആ നാരോ ബാൻഡ് ഫ്രീക്വൻസി നമ്മൾ ഈ പറയപ്പെടുന്ന ഡോപ്ലർ ഡ്രിഫ്റ്റ് അനുസരിച്ച് തന്നെയാണ് നമുക്ക് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ നമ്മൾ കരുതും അങ്ങ് അകലെയുള്ള K218Bയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു നാരോ ബാൻഡ് സിഗ്നലാണിതെന്ന്. പക്ഷേ അങ്ങനെ മാത്രം നോക്കാതെ എല്ലാ വശങ്ങളിൽ നിന്നും അതേ നാരോ ബാൻഡ് സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആ നക്ഷത്രം നിൽക്കുന്ന ആ ഭാഗത്ത് മാത്രമല്ല, അതുകൂടാതെ അതേ സമയത്ത് വേറെയും പല ഡിറക്ഷനുകളിലൂടെ നമുക്കിത് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി നമ്മൾ ഡയറക്റ്റ് ബീമുകൾ യൂസ് ചെയ്യും.
എല്ലാ ഡിറക്ഷനിലേക്കും ഡിറക്റ്റ് ബീമുകൾ യൂസ് ചെയ്യും. ആ ഡിറക്റ്റ് ബീമിൻ്റെ സഹായത്താൽ കൃത്യം ആ വളരെ വളരെ നേർത്ത ആ ബിന്ദുവിൽ നിന്ന്, ആ നക്ഷത്രത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ടെലസ്കോപ്പിലേക്ക് ആ നാരോ ബാൻഡ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കും. കാരണം മറ്റുള്ള ഡിറക്ഷനിലൊന്നും ആ ഒരു പ്രത്യേക നാരോ ബാൻഡ് സിഗ്നൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ എളുപ്പമായിരിക്കും നാരോ ബാൻഡ് സിഗ്നലിനെയോ അതുമല്ലെങ്കിൽ അവിടെ കൂടുതലായി അടങ്ങിയിരിക്കുന്ന മീഥെയ്ൻ വാതകത്തെയോ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെയോ ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ കാര്യങ്ങൾ അത്ര സിമ്പിളൊന്നുമല്ല. വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു വലിയ തലവേദന അപ്പോഴും അഡ്രസ്സ് ചെയ്യാതെ അവിടെ കിടപ്പുണ്ട്. ഒരു നക്ഷത്രത്തിന് മുൻപിലൂടെ കടന്നു പോകുന്ന എക്സോ പ്ലാനറ്റിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ഞാൻ പറഞ്ഞു. അവിടെ നിന്ന് ചില പ്രകാശങ്ങളൊക്കെ അബ്സോർബ് ചെയ്യുന്നതും അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന കാര്യവും ഒക്കെ പറഞ്ഞു. പക്ഷേ അതൊരു ബൾബാണെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ആ ബൾബ് എപ്പോഴും ഒരേ തരത്തിലുള്ള പ്രകാശത്തെ തന്നെ വെളിയിലേക്ക് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ഈ പറയുന്നത് വെറുമൊരു ബൾബല്ല, ഒരു വെറും പ്രകാശ സോഴ്സ് അല്ല, അതൊരു നക്ഷത്രമാണ്. തിളച്ചുമറിയുന്ന പ്ലാസ്മ അതിൻ്റെ പ്രതലത്തിലൂടെ ഒഴുകി നടന്നുകൊണ്ടേയിരിക്കും. അവിടെ ചിലപ്പോഴൊക്കെ പ്ലാസ്മ റെയിന് സംഭവിക്കും. നമ്മുടെ സ്വന്തം നക്ഷത്രമായിട്ടുള്ള സൂര്യനിലും ഇതേപോലുള്ള മാറ്റങ്ങളുണ്ട്. സൂര്യനിൽ 11 വർഷം കൂടുന്തോറും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സോളാർ സൈക്കിൾ തന്നെയുണ്ട്. അതിൻ്റെ ചില ഘട്ടങ്ങളിലൊക്കെ തീവ്രമായിട്ടുള്ള പ്രകാശത്തെ ഉൽപ്പാദിപ്പിക്കും. അവിടെ സോളാർ വിൻഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചില സമയമൊക്കെ അത് സോളാർ മിനിമം ആയിരിക്കും. അവിടെ നിന്ന് വരുന്ന റേഡിയേഷൻ താരതമ്യേന കുറവായിരിക്കും. ഈ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തെയാണല്ലോ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ചില ഘട്ടങ്ങളിലൊക്കെ അവിടെ ഒരു സോളാർ മിനിമമാണ് നടക്കുന്നതെങ്കിൽ അവിടെ നിന്ന് എല്ലാ തരത്തിലുള്ള ഫ്രീക്വൻസികളും ഇവിടേക്ക് വരില്ല. അത് ആ ഗ്രഹത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ അല്ല. ആ നക്ഷത്രം ആ സമയത്ത് അത്തരത്തിലുള്ള ഫ്രീക്വൻസികളെ, സ്പെക്ട്രത്തെ വെളിയിലേക്ക് വിടുന്നില്ല എന്ന് മാത്രം. അത് കൂടാതെ അവിടെ സ്പോട്ടുകളുണ്ട്, ഡാർക്ക് സ്പോട്ടുകൾ. നമ്മുടെ സൂര്യനിലും ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ടാവാറുണ്ട്. ആ നക്ഷത്രത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് കാരണമാണ് ഈ ഒരു ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ടാകുന്നത്. ഈ ഡാർക്ക് സ്പോട്ട് കാരണവും കുറേയധികം ഫ്രീക്വൻസികൾ നമുക്ക് മിസ്സാകും. അതിൻ്റെ അർത്ഥം അവിടെ ജീവജാലങ്ങളുണ്ടെന്നല്ല, അവിടെ മീഥെയ്ൻ കൂടുതലായിട്ടുണ്ടെന്നല്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് നാരോ ബാൻഡ് സിഗ്നൽ വരുന്നുണ്ടെന്നല്ല. അതാ നക്ഷത്രത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. എല്ലാ നക്ഷത്രങ്ങൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മുമ്പ് സ്മോഗിനെ അഡ്രസ്സ് ചെയ്ത കാര്യം പറഞ്ഞല്ലോ. ഒരു മാത്തമെറ്റിക്കൽ മോഡൽ ഉണ്ടാക്കി ആ മോഡൽ ഉപയോഗിച്ച് നമുക്ക് സ്മോഗ് അവിടെ ഉണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള ഫ്രീക്വൻസിയാണ് വെളിയിലേക്ക് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്ന്. പക്ഷേ അതുപോലൊരു മാത്തമെറ്റിക്കൽ മോഡൽ ഇവിടെ ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ്. ഇനിയിപ്പോൾ അങ്ങനൊരു മാത്തമെറ്റിക്കൽ മോഡൽ ഉണ്ടാക്കിയാലും അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റയെ മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടും. അവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് മാറുന്നത്. നമുക്കൊരു ഡീനോയ്സിങ് ഓട്ടോ എൻകോഡർ യൂസ് ചെയ്യാം. എൻ്റെ ചില ശാസ്ത്ര പ്രബന്ധങ്ങളിൽ ഞാൻ അത്തരം ചില എൻകോഡേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമുണ്ട്. അത് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഒരു സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിങ്ങിലൂടെ നമുക്ക് ഈ കാര്യം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് വേണ്ടത് ഡേറ്റയാണ്. മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ അളവിൽ ഡേറ്റ കൃത്യമായിട്ട് വേണ്ടി വരും. അങ്ങനെ ഡേറ്റയെ നമുക്ക് സിമുലേറ്റ് ചെയ്തുണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് മാത്തമെറ്റിക്കൽ മോഡൽസ് ഉപയോഗിക്കാം. ആ മോഡൽസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നക്ഷത്രത്തിൻ്റെ പല പല തരത്തിലുള്ള പ്രകാശങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഓരോ ഘട്ടങ്ങളിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. അതിനുവേണ്ടി ആ നക്ഷത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റകൾ ഒരു സിമുലേറ്ററിലേക്ക് കൊടുത്താൽ മതിയാകും. ആ സിമുലേറ്ററുകൾ നമുക്ക് ഒരുപാട് ഡേറ്റ തരും. ആ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് ഡീനോയ്സിങ് എൻകോഡറിനെ പഠിപ്പിക്കാം. എല്ലാം പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് യഥാർത്ഥ ഡേറ്റയെ കൊടുക്കാം. ആ യഥാർത്ഥ ഡേറ്റ ആ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന അവിടുത്തെ പ്രകാശമാണ്. ആ പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടാകുന്ന നക്ഷത്രത്തിൻ്റെ ഫ്ലക്ച്വേഷൻസിനെ ഇതിന് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ സാധിക്കും. ആ നോയ്സ് അവിടെ ഇല്ലാതെയാകും. ആ നോയ്സ് ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. കാരണം അവിടെ ഉള്ളത് ഇടയ്ക്കുള്ള എക്സോ പ്ലാനറ്റ് മാത്രം. ആ എക്സോ പ്ലാനറ്റ് ഉണ്ടാക്കുന്ന പ്രകാശത്തിൻ്റെ നഷ്ടങ്ങൾ മാത്രം. AI മെത്തഡോളജി എല്ലാം യൂസ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് സിഗ്നൽസ് കിട്ടി. അവിടെ മീഥെയ്ൻ്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കി, അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി, നാരോ ബാൻഡ് സിഗ്നലിനെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം അവിടെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് ഉണ്ടെന്നാണോ? അപ്പോഴും നമുക്ക് തർപ്പിച്ച് പറയാൻ സാധിക്കില്ല. വില്ലന്മാർ ഇനിയുമുണ്ട്.
ആ വില്ലന്മാരെ കൂടി നമുക്ക് മെരുക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന്, കാര്യമായിട്ടുള്ള ജീവനൊന്നുമില്ലാത്ത ഒരു നരകതുല്യമായിട്ടുള്ള ഗ്രഹമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന K2-18b അല്ലെങ്കിൽ ട്രാപ്പിസ്റ്റ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവിടെയും മീഥേൻ കൂടുതലായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഒരു വോൾക്കാനോ ഉണ്ടെന്ന് കരുതുക. ആ വോൾക്കാനോയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് മീഥേൻ വാതകം എത്തപ്പെടും, കാർബൺ ഡൈ ഓക്സൈഡും എത്തപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടുന്ന സിഗ്നൽ ഏലിയൻസിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതല്ലല്ലോ, അവിടെ വോൾക്കാനിക് ഇറപ്ഷൻ നടന്നതിൻ്റെ അല്ലേ. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് സർഫസ് ഫ്ലക്സിൻ്റെ പ്രാധാന്യം വരുന്നത്. സർഫസ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം റേറ്റിലാണ് അല്ലെങ്കിൽ എത്രമാത്രം അളവിലാണ് അതിൻ്റെ സർഫസിൽ നിന്ന്, അതായത് ആ ഗ്രഹത്തിൻ്റെ പ്രതലത്തിൽ നിന്ന് മീഥേൻ വാതകം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാതകം അതിൻ്റെ അന്തരീക്ഷത്തിലേക്ക് എത്തപ്പെടുന്നതെന്നുള്ളതാണ്. ആ റേറ്റ് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒരു വോൾക്കാനിക് ഇറപ്ഷൻ കാരണമുള്ളതാണോ, അതുമല്ലെങ്കിൽ അവിടെയുള്ള സമുദ്രം, അവിടെ അടങ്ങിയിരിക്കുന്ന പാറകൾ വന്ന് തട്ടിയിടിക്കുമ്പോഴുണ്ടാകുന്ന വാതകങ്ങളുടെ സാന്നിധ്യമാണോ, അതുമല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ജീവജാലങ്ങളുടെ ഇൻഫ്ലുവൻസ് കാരണമുണ്ടാകുന്ന വാതകത്തിൻ്റെ സാന്നിധ്യമാണോ, ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിവിടെ പറഞ്ഞ സകല മെത്തഡോളജിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് അവിടെ ഏലിയൻസ് ഉണ്ടോ എന്ന് നിർവചിക്കാൻ വേണ്ടി നാസ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഒബ്സർവേറ്ററിയുടെ നിർമ്മാണത്തിലാണ്. അതാണ് HWO അല്ലെങ്കിൽ ഹാബിറ്റബിൾ വേൾഡ്സ് ഒബ്സർവേറ്ററി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ കൊറോണോഗ്രാഫാണ്. ആ നക്ഷത്രത്തിൽ നിന്ന് ഒരുപാട് പ്രകാശങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രകാശങ്ങൾ മാത്രം, ആ എക്സോ പ്ലാനറ്റിൻ്റെ ഉള്ളിലൂടെ മാത്രം കടന്നു വരുന്ന പ്രകാശത്തെ മാത്രം വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കണം. അതിന് ഈ കൊറോണോഗ്രാഫ് നമ്മളെ സഹായിക്കും. അവിടെയും ഒരു പ്രശ്നമുണ്ട്, സ്പെക്ട്രൽ റിസോൾവിംഗ് പവർ. റെസൊല്യൂഷൻ എത്രമാത്രമായിരിക്കണം? റെസൊല്യൂഷൻ ഒത്തിരി അങ്ങ് കുറയാൻ പാടില്ല. ആ ഒബ്സർവേറ്ററി യൂസ്ലെസ് ആയിട്ട് മാറും. അവിടുത്തെ ഓരോ സ്പെക്ട്രത്തെയും നമുക്ക് പരസ്പരം അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. എന്നാൽ റെസൊല്യൂഷൻ ഒരുപാടങ്ങ് കൂട്ടിയാലോ, അതിന് ഒരുപാട് എക്സ്പോഷർ ടൈം വേണ്ടി വരും. ഒരുപാട് വർഷങ്ങൾ ഇത് പ്രവർത്തിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടുന്നത്. അതുകൊണ്ടും ഒരു പ്രയോജനമില്ലാതെയായി മാറും. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, സ്പെക്ട്രൽ റിസോൾവിംഗ് പവർ. റെസൊല്യൂഷൻ ഒത്തിരി അങ്ങ് കൂടാനും പാടില്ല, ഒത്തിരി അങ്ങ് കുറയാനും പാടില്ല. ഒത്തിരി അങ്ങ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ടെലസ്കോപ്പ് കൊണ്ട് പിന്നെ ഒരു പ്രയോജനവുമില്ല. പല സ്പെക്ട്രങ്ങളാണല്ലോ വരുന്നത്. ഈ പല സ്പെക്ട്രങ്ങളെ പ്രത്യേകം വേർതിരിച്ച് നമുക്കറിയാൻ സാധിക്കണം. കുറഞ്ഞ റെസൊല്യൂഷൻ ആണെങ്കിൽ അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇനി റെസൊല്യൂഷൻ ഒരുപാടങ്ങ് കൂട്ടിയാലോ, ഒരുപാട് റെസൊല്യൂഷൻ കൂട്ടുകയാണെങ്കിൽ അതിന് ഒരുപാട് എക്സ്പോഷർ ടൈം വേണം. അതായത് കുറേ അധികം നേരം ആ ഒബ്സർവേറ്ററി ആ നക്ഷത്രത്തെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരുപാട് വർഷങ്ങൾ വേണ്ടിവരും ഒരു ചെറിയ ഇൻഫർമേഷൻ അവിടെ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ. ആ പ്രശ്നത്തിനും ഗവേഷകർ ഇപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തി. അതിനുവേണ്ടി ഉപയോഗിച്ചത് നമ്മുടെ ഭൂമിയുടെ ചരിത്രമാണ്. ഭൂമിയുടെ പല പല ഘട്ടങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അവിടുത്തെ ഡേറ്റ നമ്മുടെ പക്കലുണ്ട്. ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ പഴയകാല സിമുലേഷൻ നമുക്കുണ്ടാക്കിയെടുക്കാം. ഉദാഹരണത്തിന് ആർക്കിയൻ കാലഘട്ടം. ആർക്കിയൻ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഓക്സിജനേ ഉണ്ടായിരുന്നില്ല. അത് വളരെ പ്രാചീന കാലഘട്ടമായിരുന്നു. പിന്നീടാണ് പ്രൊട്ടിറോസോയിക് ഭൂമി ഉണ്ടാകുന്നത്. പ്രൊട്ടിറോസോയിക് ഭൂമിയുടെ കാലഘട്ടത്തിൽ ഓക്സിജൻ ആദ്യമായി ഭൂമിയിലുണ്ടായി. അപ്പോൾ അതിൻ്റെ ഡേറ്റയും നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നീട് നിലവിലുള്ള ഫനിറോസോയിക് എർത്ത്, അതായത് ഇപ്പോൾ ഭൂമിയിൽ എത്രമാത്രം ഓക്സിജൻ ഉണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭൂമിയുടെ സിമുലേഷൻ. ഈ പരീക്ഷണത്തിലൂടെ ഗവേഷകർ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് ഞാനൊന്ന് പറയാം. നമ്മൾ വിസിബിൾ സ്പെക്ട്രത്തിലൂടെയാണ് ഒരു എക്സോ പ്ലാനറ്റിനെ നോക്കുന്നതെങ്കിൽ, അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകളെ മാത്രമാണ് നോക്കുന്നതെങ്കിൽ, അതായത് വയലറ്റ് മുതൽ റെഡ് വരെ വിബ്ജിയോർ സ്പെക്ട്രത്തിൽ വരുന്ന സിഗ്നലിനെയാണ് നോക്കുന്നതെങ്കിൽ, ആ എക്സോ പ്ലാനറ്റിൽ ഓക്സിജൻ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് ആവശ്യമുള്ള റെസൊല്യൂഷൻ 140 ആണ്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൽ ഉള്ളതുപോലെ നിയർ ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് നമുക്കുള്ളതെങ്കിൽ 70 റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ എക്സോ പ്ലാനറ്റിൽ ജലകണമുണ്ടോ എന്നും അവിടെ മീഥേൻ വാതകത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ എന്നും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇവിടെ നമ്മുടെ റെസൊല്യൂഷൻ 20-ൽ താഴെയാണെങ്കിൽ നമുക്ക് ഇതിനെയൊന്നും വേർതിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. ഉദാഹരണത്തിന് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒരുപോലാണ് നമുക്ക് അനുഭവപ്പെടുക. രണ്ടും തീർത്തും ഡിഫറൻ്റ് ആണ്. കാർബൺ മോണോക്സൈഡ് ഉണ്ടെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്.
കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇത് രണ്ടും ഒരേപോലെ ആയിരിക്കും 20 റെസൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് അനുഭവപ്പെടുക. നാസയ്ക്കുള്ളതുപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിഷൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിക്കുമുണ്ട്. അതാണ് ലൈഫ് മിഷൻ, ലാർജ് ഇൻ്റർഫിറോമീറ്റർ ഫോർ എക്സോ പ്ലാനറ്റ്സ്. ഇവിടെ ഒന്നിലധികം സ്പേസ് ക്രാഫ്റ്റുകളെ നമ്മൾ ഉപയോഗിക്കും. ആ ഒന്നിലധികം സ്പേസ് ക്രാഫ്റ്റുകൾ ഒരേ സമയം ഒരൊറ്റ നക്ഷത്രത്തെ നിരീക്ഷിക്കും. അതുവഴി കടന്നു പോകുന്ന എക്സോ പ്ലാനറ്റിനെ നിരീക്ഷിക്കും. അവിടെ നിന്ന് നമ്മളിലേക്ക് കിട്ടുന്ന മിഡ് റേഞ്ചിലുള്ള ഇൻഫ്രാറെഡ് സിഗ്നലിനെയാണ് ഇവിടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലൂടെ തീർത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള ചില ബയോസിഗ്നേച്ചർ നമുക്ക് കിട്ടും. നൈട്രസ് ഓക്സൈഡിൻ്റെ സാന്നിധ്യം എത്രമാത്രം ഉണ്ടെന്നറിയാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അവിടെ ഉണ്ടോയെന്ന് മനസ്സിലാക്കാം. അതായത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഹരിതഗ്രഹവാതകമല്ല, മറ്റെന്തൊക്കെയോ ജീവജാലങ്ങളുടെ സാന്നിധ്യം കാരണമുണ്ടാകുന്ന ഹരിതഗ്രഹ വാതകങ്ങൾ. നിങ്ങളിൽ പലർക്കും ഒരു സംശയം തോന്നിക്കാണും, ഒരു എക്സോ പ്ലാനറ്റിൻ്റെ അന്തരീക്ഷത്തിൽ ഇന്ന വാതകങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഏലിയൻസ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെയാണങ്ങ് തറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്? വേറെ ഒരു മാർഗവുമില്ലേ അവിടെ ഏലിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ? ഇപ്പോഴുള്ള മാർഗങ്ങളൊക്കെ ഉപയോഗിക്കാം. എന്നാൽ അതിനെല്ലാം ഉപരിയായി കാതലായിട്ടുള്ള എന്തെങ്കിലും ഒരു വിദ്യയുണ്ടോ? ഒരു വിദ്യയുണ്ട്. അത് മോളിക്യൂൾസിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിദ്യയാണ്. അത് ഓരോ മോളിക്യൂൾസിൻ്റെയും പ്രത്യേകതയാണ്. നമ്മളതിനെ ഹോമോചിറാലിറ്റി എന്ന് പറയും. ഉദാഹരണത്തിന് മനുഷ്യരിൽ കുറച്ച് പേരൊക്കെ റൈറ്റ് ഹാൻഡേഴ്സ് ആണ്, കുറച്ച് പേരൊക്കെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. മനുഷ്യരിൽ ഏറ്റവും കൂടുതലുള്ളത് റൈറ്റ് ഹാൻഡേഴ്സ് ആണ്. ലെഫ്റ്റ് ഹാൻഡേഴ്സിൻ്റെ എണ്ണം താരതമ്യേന കുറവാണ്. മനുഷ്യരിൽ ഇങ്ങനൊരു വ്യത്യാസമുള്ളതുപോലെ ഇവിടെയുള്ള സകല മോളിക്യൂൾസിലും അതേ തരത്തിലുള്ള വ്യത്യാസമുണ്ട്. കുറേയധികം മോളിക്യൂൾസൊക്കെ റൈറ്റ് ഹാൻഡേഴ്സ് ആണ്, കുറേയധികം മോളിക്യൂൾസൊക്കെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. ജീവജാലങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത നോൺ ലിവിങ് തിങ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ എടുക്കാം. ആ മോളിക്യൂൾസ് കൃത്യമായിട്ടുള്ളൊരു സിമെട്രി പാലിക്കുന്നുണ്ട്. അതായത് അവിടെ 50% ലെഫ്റ്റ് ഹാൻഡേഴ്സും 50% റൈറ്റ് ഹാൻഡേഴ്സുമായിരിക്കും. പക്ഷേ നമ്മൾ ഭൂമിയിൽ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള ലൈഫ് അങ്ങനെയല്ല. ലൈഫിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ടുള്ള അമിനോ ആസിഡുകളും ഷുഗേഴ്സും നമുക്കെടുക്കാം. അമിനോ ആസിഡുകൾ എല്ലാം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്, ഷുഗേഴ്സ് എല്ലാം റൈറ്റ് ഹാൻഡേഴ്സ് ആണ്. അവിടെ കൃത്യമായിട്ടുള്ള ഒരു അസിമെട്രി ഉണ്ട്. ഈ അസിമെട്രിയിലൂടെയും നമുക്ക് അന്യഗ്രഹ ജീവികളുടെ പ്രസൻസ് മനസ്സിലാക്കാം. പ്രകാശം ഹോമോചിറാൽ ബയോളജിക്കൽ സ്ട്രക്ചറിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു മാജിക് സംഭവിക്കും. ആ പ്രകാശത്തിന് ഒരു സർക്കുലർ പോളറൈസേഷൻ ഉണ്ടാവും. അതായത് അതൊരു പ്രത്യേക ഡിറക്ഷനിൽ ഒരു സ്പൈറൽ ആകൃതിയിൽ അത് സഞ്ചരിക്കാൻ തുടങ്ങും. സെൻസ് ലൈഫ് എന്ന പേരിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രോ പൊളാറോമീറ്റർ ഉണ്ടാക്കുന്നുണ്ട്, ഫ്ലൈ പോൾ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത് നമ്മൾ ഓൾറെഡി ഭൂമിയിൽ തന്നെ പരീക്ഷിച്ചു കഴിഞ്ഞു. ഹോട്ട് എയർ ബലൂണുകൾ ഉപയോഗിച്ച്, ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് ഭൂമിയുടെ മുകളിലൂടെ പറന്നു പോയിക്കൊണ്ട് അവിടെയുള്ള ഓരോ വനങ്ങളിലുമുള്ള ജീവജാലങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവിടെ എത്രമാത്രം ജീവജാലങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതൊരു വലിയ വിജയമായിരുന്നു. വനത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോഴും ഒരു മരുഭൂമിയുടെ മുകളിലൂടെ പോകുമ്പോഴും കൃത്യമായിട്ട് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റുകളെ സ്പേസ് ക്രാഫ്റ്റിലേക്ക് ഘടിപ്പിക്കണം. ആ സ്പേസ് ക്രാഫ്റ്റുകളെ ജീവനുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുന്ന അടുത്തേക്ക് അയക്കണം. അവിടെ എങ്ങാനും ഇത്തരത്തിലുള്ളൊരു സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. അത് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ അവിടെ ജീവജാലമുണ്ടെന്ന് 100% ഉറപ്പാണ്. ഇതിനു പുറമെ എക്സോ പ്ലാനറ്റുകളെ നിരീക്ഷിക്കാനും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ സ്പേസ് ടെലസ്കോപ്പുകളിൽ ഇത്തരം ഇൻസ്ട്രുമെൻറ്റുകൾ കൂടി ഘടിപ്പിക്കണം. അതുപയോഗിച്ചിട്ടും അവിടെ നിന്ന് വരുന്ന സിഗ്നലുകളെ അനലൈസ് ചെയ്യാൻ സാധിക്കണം. പറയുമ്പോൾ ഇതൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ പറയുന്നത് പോലെ ഇത് അത്ര എളുപ്പത്തിൽ പ്രായോഗികമാക്കാനൊന്നും പറ്റില്ല. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള സകല മെത്തഡോളജികളും. അതിൻ്റെ അർത്ഥം നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ലെന്നല്ല, ഘട്ടം ഘട്ടമായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കും. അത് ഏതെങ്കിലും ഒരൊറ്റ ഗവേഷകൻ ഒരു സുപ്രഭാതത്തിൽ കണ്ടുപിടിക്കുന്നതായിരിക്കില്ല. അനേകം ഗവേഷകർ അനേകം പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടാണ് അത് ഏറ്റവും മികച്ച ഒരു സൊല്യൂഷനായിട്ട് മാറുന്നത്. പിന്നീട് അത് ഡിപ്ലോയ് ചെയ്യുകയാണ്. അത് അനവധി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകും. ഒടുവിൽ അത് കൃത്യമായി പ്രവർത്തിക്കാൻ തുടങ്ങും. അത് കൃത്യമായി പ്രവർത്തിച്ചു തുടങ്ങുന്ന ആ നിമിഷം മുതൽ നമ്മൾ കൂടുതൽ ഡേറ്റകൾ സ്വീകരിക്കും. ആ ഡേറ്റകളിലൂടെ നമുക്ക് ഏലിയൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും.
ഇനിയിപ്പോൾ ഉള്ള ചോദ്യം, ഏത് കാലഘട്ടത്തിലാണ് ഇത് നടക്കാൻ പോകുന്നതെന്നാണ്. അധികം വൈകാതെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ആ രഹസ്യം നമുക്കറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ പ്രപഞ്ചത്തിൽ നമ്മളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെവിടെയാണുള്ളത്? നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.